മലയാളത്തിലെ നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് പല കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ തുറന്നു പറച്ചിലുകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പല നടിമാരും ഷൂട്ടിംഗ് സെറ്റിൽ നടന്ന പല തിക്താനുഭവങ്ങളും വെളിപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ചിലതിൻ്റെയൊക്കെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ചിലതൊക്കെ യാതൊരു തെളിവുമില്ല, അടിസ്ഥാനവുമില്ല എന്ന വിധത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കണ്ടെത്തലിൻ്റെ സാഹചര്യത്തിൽ ആ കേസുകളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മലയാള സിനിമയിലെ ഓൾറൗണ്ടറായ ബാലചന്ദ്ര മേനോനെതിരെ ഒരു നടിയായ മിനു മുനിയർ ചില പീഡനാരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഒരുപക്ഷെ ബാലചന്ദ്ര മേനോൻ കൈവയ്ക്കാത്ത ഫീൽഡില്ല മലയാള സിനിമയിൽ എന്ന് വേണം പറയാൻ. അദ്ദേഹം ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾ സ്വന്തമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച വ്യക്തി എന്ന നിലയിൽ 2018 ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം നേടുകയും ചെയ്തിരുന്നു. മിനു മുനീർ ബാലചന്ദ്ര മേനോനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം ഉന്നയിച്ചാണ് രംഗത്ത് വന്നത്. അവർ അനവധി ആരോപണങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ബാലചന്ദ്ര മേനോനെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ബാലചന്ദ്ര മേനോനെതിരെ നടി ഉന്നയിച്ച പരാതിയിൽ കഴമ്പില്ലെന്നും അവർ ശരിക്കും ബാലചന്ദ്ര മേനോനെ അപകീർത്തിപ്പെടുത്തുകയാണെന്നും മനസ്സിലായപ്പോൾ അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ബാലചന്ദ്ര മേനോനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ മിനു മുനീർ അറസ്റ്റിലായി. കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് അവരെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് താരത്തിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗികാതിക്രമണ പരാതിയാണ് മിനു മുനീർ ഉന്നയിച്ചത്. എന്നാൽ ബാലചന്ദ്ര മേനോനെതിരെ മിനു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന കാരണത്തിലാണ് കേസിലെ നടപടികൾ കോടതി അവസാനിപ്പിച്ചത്. ആദ്യം മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു തുടങ്ങിയ 7 പേർക്കെതിരെ മിനു മുനീർ പരാതിയുമായി പോലീസിനെ സമീപിച്ചെങ്കിലും പിന്നീടാണ് ബാലചന്ദ്ര മേനോനെതിരെ ഇവർ രംഗത്ത് വരുന്നത്. ബാലചന്ദ്ര മേനോൻ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്തയാണ് ഈ അറസ്റ്റ് വാർത്ത എന്നാണ് മിനു മുനീർ ആരോപിക്കുന്നത്. ഇപ്പോൾ കേസിനാസ്പദമായ സംഭവമായി മിനു മുനീർ പറയുന്നത് 2007 നടന്ന ഒരു സംഭവമാണ്. മേനോന്റെ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് അവരൊരു യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയത്. അവിടെ കാണാൻ പാടില്ലാത്ത പലതിനും താൻ സാക്ഷിയായിരുന്നെന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു. ബാലചന്ദ്ര മേനോനെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ് താൻ ആദ്യമായി അഭിനയിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ താനും ഭർത്താവും മകളും പോയി. ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയപ്പോൾ പുള്ളി തന്നെ വിളിച്ചു പറഞ്ഞു, ഫോട്ടോ എടുക്കാനുണ്ട്, തിരിച്ചു ചെല്ലണമെന്ന്. ഞാൻ ചെന്നപ്പോൾ ഫോട്ടോഗ്രാഫറൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അവിടെയും ഇവിടെയുമൊക്കെ തൊട്ട് ഫോട്ടോ എടുത്തത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം പറഞ്ഞു. അത് ശരിയാവില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ എനിക്ക് ജ്യൂസ് ഓർഡർ ചെയ്തു. വെയിറ്റർ വരുമ്പോൾ ബാത്റൂമിലേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ കയറി നിന്നു. വെയിറ്റർ പോയി കഴിഞ്ഞ് പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. ഒറ്റ വലിക്ക് ഞാൻ കുടിക്കുകയും ചെയ്തു. പിന്നെ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ കൈകാലൊക്കെ കുഴയുന്നത് പോലെ തോന്നി. വയ്യെന്ന് പറഞ്ഞപ്പോൾ ബെഡിലേക്ക് കിടന്നോളൂ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പുള്ളി പറഞ്ഞു. എന്നെ പിടിച്ച് കിടത്തിയത് നല്ല ഓർമ്മയുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസും കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ എഴുന്നേറ്റത്. ഇത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു. അതിനിപ്പോൾ എന്താ എന്ന് പുള്ളി ഒരു സാമട്ടിലാണ് പ്രതികരിച്ചത്. വീട്ടിലെത്തിയ ശേഷം ഞാൻ അഭിനയിക്കാൻ പോകുന്നില്ലെന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വഴക്ക് പറഞ്ഞു. ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് കളയരുതെന്ന് പറഞ്ഞു. എനിക്ക് സംഭവിച്ചത് അദ്ദേഹത്തോട് പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിനത് വിഷമമാവും, എന്നോടൊരു അകൽച്ചയും ഉണ്ടാകുമെന്ന് കരുതി. അത് കഴിഞ്ഞ് അഭിനയിക്കാൻ പോയപ്പോൾ അമ്മ കൂടെ വന്നു. ഞാൻ ആദ്യം ചെല്ലുമ്പോൾ പുള്ളിയുടെ മുറിയിൽ കണ്ടത് കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. മറ്റുള്ളവർ കരുതും, ഇത്ര വലിയ നടനാണോ ഇങ്ങനെയൊക്കെയെന്ന്. ഈ നടന്മാരൊക്കെ മുഖം മൂടിയിട്ട് നടക്കുന്നവരാണ്, കഴുകന്മാരാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അയാൾ ഇത്ര വൃത്തികെട്ട മനുഷ്യനാണോ എന്നോർത്ത്. പിറ്റേന്ന് ലൊക്കേഷനിലേക്ക് ചെന്നില്ല. എന്താണ് വരാത്തതെന്ന് പുള്ളി ചോദിച്ചപ്പോൾ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇതിനകം ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ റീഷൂട്ട് ചെയ്യേണ്ടി വരുമെന്നും അതിന് നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്നും പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. അതോടെ അഭിനയിക്കേണ്ടതായി വന്നു. 2007 സംഭവം ഉണ്ടായത്. കേസ് കൊടുക്കുന്നത് 2024. സംഭവം നടക്കുമ്പോൾ എനിക്ക് 2 കൊച്ചുകുട്ടികളാണ്. ഞാൻ അവരെ നോക്കണമായിരുന്നോ അതോ ഈ കേസിൻ്റെ പുറകെ നടക്കണമായിരുന്നോ? ഇവരൊക്കെ നല്ല സ്വാധീനമുള്ള ആളുകളാണ്. ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ് അന്ന് പറയാതിരുന്നത്. ഇപ്പോൾ പറയാൻ കാരണം മുഖ്യമന്ത്രി പറഞ്ഞു, ആർക്കെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. ഏത് കൊമ്പനായാലും അവർക്കെതിരെ നടപടിയെടുക്കും. എല്ലാ സഹായവും SIT നൽകുമെന്ന്. പിണറായി സാറിനെ പോലെ ഒരാൾ ഉറപ്പ് തന്നപ്പോൾ പിന്നെ ഒരു പേടിയും തോന്നിയില്ല. ഞാൻ നല്ല സെറ്റിൽഡായ ഒരു ജീവിതം ജീവിക്കുകയായിരുന്നു. ഇതിനൊക്കെ ഒരു അവസരം വേണമെന്നും
ജനങ്ങൾ അറിയണമെന്നും തോന്നിയിട്ടാണ് മുന്നോട്ട് വന്നത്. ഇരകൾക്ക് ഇവിടെ നീതി കിട്ടുന്നില്ല, ഇവിടെ മുഴുവൻ രാഷ്ട്രീയമാണ്. ബാലചന്ദ്രമേനോൻ സ്വാധീനം ഉപയോഗിച്ച് എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി. ബാലചന്ദ്രമേനോനെ കുറിച്ച് സിനിമയിലെ എല്ലാവർക്കും അറിയാം, പക്ഷെ മിണ്ടാൻ പേടിയാണ്. കഞ്ഞി കുടിക്കണമല്ലോ എന്നാണ് മിനു മുനീറിൻ്റെ വാക്കുകൾ. നമുക്കറിയാം, മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അനവധി നടന്മാർക്കെതിരെയാണ് പല നടിമാരും ആരോപണം ഉന്നയിച്ചത്. ജയസൂര്യ, ഇടവേള ബാബു, സിദ്ദിഖ് മുകേഷ് എന്നിവരെല്ലാം സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. സമൂഹം അവരെ ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് ബാലചന്ദ്രൻ മേനോനെതിരെ മിനു മുനീർ രംഗത്തെത്തിയത്. ഇങ്ങോട്ട് നോക്കിയെന്ന ബാലചന്ദ്രൻ മേനോൻ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനിടെയാണ് മേൽപ്പറഞ്ഞ ലൈംഗിക അതിക്രമം നടന്നതായി മിനു മുനീർ പോലീസിനോട് പരാതിയിൽ വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ കേസ് കോടതി പരിഗണിക്കെ, അതായത് ബാലചന്ദ്രൻ മേനോന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കെ ആണുങ്ങൾക്കും അന്തസ്സുണ്ടെന്ന് ഹൈക്കോടതി പ്രതികരിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തു. നടിയും അഭിഭാഷകനും തന്നെയും ഭാര്യയും വിളിച്ച് പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പണം തട്ടാനുള്ള ശ്രമമാണ് എന്ന് തങ്ങൾക്ക് മനസ്സിലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. പിന്നാലെ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കെതിരെ ബാലചന്ദ്രൻ മേനോൻ പോലീസിൽ പരാതി നൽകി. ഈ കേസിലാണ് മിനു മുനീറിന്റെ അറസ്റ്റ് ചെയ്തതെന്നാണ് പിന്നീട് വരുന്ന വാർത്തകൾ. മിനു മുനീറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 13-നും 14-നും രണ്ടാം പ്രതിയായ സംഗീത് ലൂയിസ് ബാലചന്ദ്രൻ മേനോനെ മൊബൈലിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അതിനൊപ്പം ഒന്നാം പ്രതിയായ മിനു മുനീർ ഫേസ്ബുക്ക് റീലുകൾ വഴി പരാതിക്കാരനായ ബാലചന്ദ്രൻ മേനോനെതിരെ മനുഷ്യ മനസ്സുകളിൽ മോശമായ വികാരം ജനിപ്പിക്കുന്ന തരത്തിലുള്ള അഭിമുഖങ്ങൾ തുടർച്ചയായി നൽകി. ബാലചന്ദ്രൻ മേനോന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അശ്ലീല കമന്റുകൾ ഇടുന്നതിന് വഴിയൊരുക്കിയെന്നും FIR-ൽ പറയുന്നു. ബാലചന്ദ്രൻ മേനോനെതിരെ മിനു മുനീർ ഉന്നയിച്ച ഒരു ആരോപണങ്ങൾക്കും തെളിവില്ലെന്ന് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്ന് നടി നൽകിയ ലൈംഗിക അതിക്രമ കേസിലെ നടപടി കോടതി അവസാനിപ്പിച്ചു. അതിന്റെ ഭാഗമായി പരാതിക്കാരിയെ നടിക്ക് കോടതി നോട്ടീസ് നൽകി. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അപകീർത്തി പരാതിയുമായി രംഗത്ത് വന്ന നടിക്കെതിരെ ബന്ധുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസും മുനീറിനെതിരെ ചുമത്തിയിരുന്നു. പരാതി ഉന്നയിച്ച് കേസ് നൽകിയ ശേഷം പണം വാഗ്ദാനം ചെയ്തതുൾപ്പെടെ ഒത്തുതീർപ്പിനായി ചർച്ചകൾക്കായി വ്യക്തികളിൽ നിന്ന് ഒന്നിലധികം കോളുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മിനു മുനീർ അവകാശപ്പെടുന്നു. തനിക്കെതിരെ ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ബാലചന്ദ്രൻ മേനോൻ പരാതി നൽകിയത്. ലൈംഗിക ചുവയുള്ള ഉള്ളടക്കമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നതെന്നും ഇതിനെതിരെ കേസെടുക്കണമെന്നുമാണ് പരാതിയിൽ ഉണ്ടായിരുന്നത്. നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകി നടിയുടെ അഭിഭാഷകൻ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന് ആരോപിച്ച് നടിക്കും അഭിഭാഷകനുമെതിരെ ബാലചന്ദ്രൻ മേനോൻ മറ്റൊരു പരാതി നൽകിയിരുന്നു. ഫോൺ കോൾ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ സഹിതമാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും മുമ്പ് നടിയുടെ അഭിഭാഷകൻ സംഗീത് ലൂയിസ് ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് ബാലചന്ദ്രൻ മേനോൻ പരാതിയിൽ പറയുന്നു. 3 ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്നാണ് ഭീഷണി. തൻ്റെ ഭാര്യയുടെ നമ്പറിലേക്കാണ് വിളിച്ചത്. ഈ മാസം 13-നായിരുന്നു അത്. തൊട്ടടുത്ത ദിവസം നടി തനിക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടെന്നും ബാലചന്ദ്രൻ മേനോൻ പറഞ്ഞു. വലിയൊരു സംഘം ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പരാതിയിൽ വിശദമായ അന്വേഷണം വേണമെന്നും ബാലചന്ദ്രൻ മേനോൻ അഭിപ്രായപ്പെട്ടു. സെപ്റ്റംബർ 14-നാണ് ബാലചന്ദ്രൻ മേനോനെതിരെ പരാതി ഉടൻ പുറത്തുവിടുമെന്ന് നടി സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചത്. പിന്നാലെ യൂട്യൂബ് ചാനലുകൾക്ക് നടി അഭിമുഖങ്ങൾ നൽകുകയായിരുന്നു.